അടുത്തായിട്ട് നമുക്ക് സ്കിസോഫ്രീനിയുടെ ഒരു ഫേസസ് ആയിട്ട് പറയാവുന്നത് പ്രോഡ്രോമൽ ഫേസ്, ആക്റ്റീവ് ഫേസ് ആൻഡ് റെസിഡ്യുവൽ ഫേസ്. പ്രോഡ്രോമൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംറ്റംസ് ഒന്നും പുറമെ കാണുന്നില്ല, പക്ഷേ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലിവിങ്, ഒരു സോഷ്യൽ വിഡ്രോവൽ ഉള്ള രീതിയിലൊക്കെ തുടക്കം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലോൺ സിംറ്റംസ് ഉള്ള ഒരു സമയം, അതായത് സ്കിസോഫ്രീനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിംറ്റംസും ഷോ ചെയ്യുന്ന ഒരു ഫേസിനെ നമുക്ക് ആക്റ്റീവ് ഫേസ് എന്ന് പറയാം. അതിനുശേഷം അതെല്ലാം ഒന്ന് സെറ്റിലായി കുറച്ച് രീതിയിൽ ഒതുങ്ങി എന്നുള്ള ഒരു അവസ്ഥ, പക്ഷേ അതിലും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രോഗമുക്തി ഇല്ലാത്ത ഒരു ഫേസിനെ നമുക്ക് റെസിഡ്യുവൽ ഫേസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 3 ഫേസസ് ആയിട്ടാണ് സ്കിസോഫ്രീനിയയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ദെൻ കമ്മിങ് ടു ദി ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ, ദാറ്റ് ഇൻക്ലൂഡ്സ് പാരനോയിഡ് സ്കിസോഫ്രീനിയ, ഹെബിഫ്രണിക് ഓർ ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ, റെസിഡ്യുവൽ സ്കിസോഫ്രീനിയ, അൺഡിഫറൻഷ്യേറ്റഡ് ആൻഡ് സിമ്പിൾ. ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇതിന് പുറമേയുള്ള കാറ്റഗറീസും ഉണ്ട്. ഇതിൽ കുറവായിട്ട് ഓൺലി 4 കാറ്റഗറി ആയിട്ട്, അതായത് പാരനോയിഡ്, ഹെബിഫ്രണിക്, കാറ്ററ്റോണിക് ആൻഡ് അൺഡിഫറൻഷ്യേറ്റഡ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നോരോന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഫീൽ എക്സ്ട്രീംലി സസ്പീഷ്യസ്, persecuted and grandiose and experiences a combination of these emotions. അതായത് മെയിൻലി ഡെലൂഷൻസ് ആണ് ഇതിൽ ഉള്ളത്. അതായത് ഒരു വ്യക്തിക്ക് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി പ്ലസ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ഓർ ഡെലൂഷൻ ഓഫ് റെഫറൻസ്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സ്കിസോഫ്രീനിയയുടെ ടൈപ്പിനെ നമുക്ക് ഒരുമിച്ചും വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണമോ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു സ്കിസോഫ്രീനിയനെ നമുക്ക് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയാം. മെയിൻലി അതിൽ വരുന്നതാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ മീൻസ് ദ ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ് ഇൻ വിച്ച് ദ പേഴ്സൺ ഫീൽ ദാറ്റ് എവരി വൺ ഈസ് ട്രൈയിങ് ടു കിൽ ഓർ ഹാം ഹിംസെൽഫ് ഓർ അങ്ങനെ മറ്റുള്ളവർ എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു തോന്നലിനെ നമുക്ക് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയാം. ഡെലൂഷൻ ഓഫ് റെഫറൻസ് മീൻസ് എവരി വൺ ഈസ് റെഫറിങ് അബൌട്ട് മീ, ആൻഡ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി മീൻസ് ഐ എം ഹാവിങ് സർട്ടൻ എബിലിറ്റീസ് ഓർ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. എലോങ് വിത്ത് ദാറ്റ് ദർ വിൽ ബി ഹാലൂസിനേഷൻസ് ഓൾസോ. ഓക്കെ, അപ്പോൾ അതാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈ ഒരെണ്ണമാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ഈസ് ഹെബിഫ്രണിക് സ്കിസോഫ്രീനിയ. അതിന് ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു പേരും കൂടി കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ സിംറ്റംസ് എല്ലാം ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് എല്ലാം ഒരു കുത്തഴിഞ്ഞ രീതിയിലുള്ള സിംറ്റംസാണ് അതിൽ കാണപ്പെടുന്നത്. The person is often incoherent in speech and thought, losing of association, and the features also include inappropriate emotional response, bizarre behaviors, അതായത് മറ്റാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ബിസെയർ ആയിട്ടുള്ള അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് പ്ലസ് ഡെലൂഷണൽ തോട്ട്സ് പ്ലസ് ഹാലൂസിനേഷൻസ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഹെബിഫ്രണിക് സ്കിസോഫ്രീനിയ. അതിൽ എക്സിബിഷനിസം എന്നുള്ള ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അതായത് ആ വ്യക്തി ഡ്രസ്സ് എല്ലാം ഊരി നഗ്നനായിട്ട് മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ്, ഇതെല്ലാം ഹെബിഫ്രണിക് സ്കിസോഫ്രീനിയയുടെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ കമ്മിങ് ടു കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. Catatonic schizophrenia is characterized by marked disturbance in motor activity. അതായത് നമ്മുടെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മോട്ടോർ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള സിംറ്റംസ് കാഴ്ചവെക്കുന്ന ഒരു സ്കിസോഫ്രീനിയാണ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. അതിനെ 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് കാറ്ററ്റോണിക് സ്റ്റൂപ്പർ. അതായത് ഒരെണ്ണം ഓവർ ആക്ടിവിറ്റി, ഒരെണ്ണം റിട്ടാർഡഡ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ് സിംറ്റംസ് എടുക്കുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് മോട്ടോർ ആക്ടിവിറ്റി, ഇൻക്രീസ്ഡ് സ്പീച്ച്, അഗ്രസീവ്നെസ്, ഇറിറ്റബിലിറ്റി, ഇതെല്ലാം അതിൻ്റെ ഒരു സിംറ്റമായിട്ട് പറയാം. അതായത് ഓവറായിട്ടുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് അതിൽ കാണുന്നത്. Then coming to the features of catatonic stupor, that includes mutism,
അതായത് മിണ്ടാതിരിക്കുക. റിജിഡിറ്റി, അതായത് കൈയെല്ലാം ബലം പ്രയോഗിച്ചിരിക്കുക, ഒരു കാര്യത്തിന് കോപ്പറേറ്റ് ചെയ്യാതെ, ഫ്ലെക്സിബിൾ അല്ലാതെ റിജിഡായിട്ടിരിക്കുന്ന ഒരു ബിഹേവിയർ. നെഗറ്റീവിസം, സ്റ്റൂപ്പർ, എക്കോലാലിയ അറിയാമെന്ന് കരുതുന്നു. റിപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ്, ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. ഓക്കെ. എക്കോപ്രക്സിയ, repetition of activities imitating others. Then waxy flexibility means stereotype position. The person will retain or remain in a certain position for a longer period of time even though it is uncomfortable also എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇതാണ് symptoms of catatonic stupor. Then coming to the next classification or type of schizophrenia, that is residual schizophrenia. Residual schizophrenia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവ് സിംറ്റംസ് ആയ ഡെലൂഷൻസോ ഹാലൂസിനേഷൻസ് ഒന്നുമില്ല, പക്ഷേ ദർ ഈസ് നോ മോട്ടിവേഷൻ ഓർ ഇൻട്രസ്റ്റ് ഇൻ ലൈഫ് എന്നുള്ള രീതിയിൽ പറയാം. ഇൻ ദിസ് ദർ ഹാസ് ബീൻ അറ്റ്ലീസ്റ്റ് വൺ എപ്പിസോഡ് ഓഫ് സ്കിസോഫ്രീനിയ ഇൻ ദ പാസ്റ്റ് വിത്ത് എ പ്രോമിനൻറ്റ് സിംറ്റം എന്നുള്ള രീതിയിൽ പറയാം. അതായത് പണ്ട് ഒരു തവണ ഒരു സ്കിസോഫ്രീനിയ വിത്ത് ഫുൾ ബ്ലോൺ സിംറ്റംസ് വന്നിരുന്നു, പക്ഷേ അത് സെറ്റിലായി. ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നുമില്ല, പക്ഷേ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലിവിങ് ആൻഡ് നോ മോട്ടിവേഷൻ ഓഫ് ലൈഫ്, ഇങ്ങനെയുള്ള ഒരു സിംറ്റംസ് ഒക്കെ ഉള്ള ഒരു സ്കിസോഫ്രീനിയയെ നമുക്ക് റെസിഡ്യുവൽ സ്കിസോഫ്രീനിയ എന്ന് പറയാം. Then post-schizophrenic depression or schizoaffective disorder. A person has symptoms of both schizophrenia and a major mood disorder such as depression. അതായത് സ്കിസോഫ്രീനിയയുടെ കൂടെ തന്നെ മൂഡ് ഡിസോർഡേഴ്സായ മാനിയ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ, അഫക്റ്റീവ് ഡിസോർഡർ, ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ്, അതായത് ഒരു ഇമോഷണൽ പ്രോബ്ലംസ് പ്ലസ് ദീസ് സ്കിസോഫ്രീനിക് സിംറ്റംസ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേജിനെ നമുക്ക് പോസ്റ്റ് സ്കിസോഫ്രീനിക് ഡിപ്രഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതെല്ലാം ഡയഗ്നോസിസിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. Then coming to simple schizophrenia. Simple schizophrenia is a type of schizophrenia in which the negative symptoms are prominent. അതായത് നെഗറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വിഡ്രോവൽ, ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ, മ്യൂട്ടിസം, അലർജിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നെഗറ്റീവ് സിംറ്റംസ്. അതെല്ലാം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സിമ്പിൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അതിൽ ഹാലൂസിനേഷൻസും ഡെലൂഷൻസൊക്കെ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. മെയിൻലി പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് നെഗറ്റീവ് സിംറ്റംസ് ആണ്. Then coming undifferentiated schizophrenia. അൺഡിഫറൻഷ്യേറ്റഡ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ ഉള്ള സിംറ്റംസ്, അല്ലെങ്കിൽ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ, അതായത് സിമ്പിൾ സ്കിസോഫ്രീനിയയുടെ സിംറ്റംസ് ഉണ്ട്, കാറ്ററ്റോണിക്കിൻ്റെ സിംറ്റംസ് ഉണ്ട്, പാരനോയിഡിൻ്റെ സിംറ്റംസ് ഉണ്ട്, ഇതെല്ലാം മിക്സ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സബ് കാറ്റഗറിയിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് അൺഡിഫറൻഷ്യേറ്റഡ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ദെൻ കമ്മിങ് ടു ദി ഡയഗ്നോസിസ്. ഒരു സ്പെസിഫിക് ടെസ്റ്റ് ഒന്നുമില്ല, ഒരു സിംഗിൾ ടെസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് എന്താ പറയുന്നത് BP വെച്ച് അളന്ന് ഹൈപ്പർ ടെൻഷൻ പറയാം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തി തൈറോയിഡിന് പ്രോബ്ലം ഉണ്ടോ എന്ന് പറയുന്നത് പോലെ സ്കിസോഫ്രീനിയയ്ക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യം അസസ് ചെയ്തുകൊണ്ട് സ്കിസോഫ്രീനിയ എന്ന് മുദ്ര കുത്താൻ കഴിയുകയില്ല. അതിന് ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആവശ്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, ക്ലിനിക്കൽ ഇൻ്റർവ്യൂ, ക്ലിനിക്കൽ ഒബ്സർവേഷൻ, ഹിസ്റ്ററി കളക്ഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പുറമെ CT സ്കാൻ, MRI സ്കാൻ എല്ലാം അസസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ബ്രെയിൻ സ്ട്രക്ചറിന് എന്തെങ്കിലും ഡിഫോമിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അസസ് ചെയ്യാനായിട്ട്. അതിന് പുറമെ റുട്ടീനായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ റീസൺ ഉണ്ടോ ഈ ഒരു സിംറ്റംസ് ഷോ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അതായത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഡിസോറിയൻറ്റഡ് ആയിട്ടൊക്കെ സംസാരിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം ഒരു അസസ്മെൻറ്റ് ടൂളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പാൻസ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, സാപ്സ് ആൻഡ് സാൻസ്. അതായത് പാൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റം സ്കെയിലാണ്. സ്കിസോഫ്രീനിയയിലെ പോസിറ്റീവും നെഗറ്റീവ് സിംറ്റവും അസസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതിന് പുറമെ സാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഫോർ അസസിങ് പോസിറ്റീവ് സിംറ്റംസ്, ആൻഡ് സാൻസ് മീൻസ് സ്കെയിൽ ഫോർ അസസിങ് നെഗറ്റീവ് സിംറ്റംസ്. ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ അസസ് ചെയ്യുന്നത്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് കിടക്കുമ്പോൾ നമുക്കൊരു 4 ഹെഡിങ്ങിൽ നമുക്ക് പറയാം. അതായത് ഒന്നാമത്തെ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ആണ്. രണ്ടാമത്തേത് നമുക്കൊരു സൊമാറ്റിക് അല്ലെങ്കിൽ ഫിസിക്കൽ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മൂന്നാമത്തെ ഹെഡിങ് ആയിട്ട് സൈക്കോ സോഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ തെറാപ്പീസ് എന്ന് പറയാം. ലാസ്റ്റ് വൺ ഈസ് നഴ്സിംഗ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് മെയിൻലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആസ് വെൽ ആസ് എട്ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആയിട്ടുള്ള ഹാലോപെരിഡോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറഞ്ഞുള്ള ഒരു സൈഡ് എഫക്റ്റ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ഒഴിവാക്കുവാനായി അതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുന്നത് ട്രൈഹെക്സിഫെനിഡിൽ, ബ്രോമോക്രിപ്റ്റിൻ ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് മെഡിസിൻസ് അതിൻ്റെ കൂടെ തന്നെ വിടാറുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ റെഡ്യൂസ് ദി റിസ്ക് ഓഫ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് നമുക്ക് പറയാം. അതിനകത്ത് മെയിൻലി മസിൽ ആക്ടിവിറ്റീനെ ബന്ധപ്പെട്ടുള്ള രീതിയിലാണ്. കാരണം അബ്നോർമലായിട്ടുള്ള മസിൽ മൂവ്മെൻറ്റ്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന ഡ്രഗ്സ് അത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതുകൂടാതെ എട്ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ലൈക്ക് ക്ലോസാപ്പൈൻ, ഒലൻസാപ്പൈൻ ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാം. ടിപ്പിക്കലി ക്ലോർപ്രൊമാസിൻ, ഹാലോപെരിഡോൾ, ട്രൈഫ്ലൂവോപെരാസിൻ. എട്ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ക്ലോസാപ്പൈൻ, റസ്പെരിഡോൺ, പാലിപ്പെരിഡോൺ, ഒലൻസപ്പൈൻ, ക്യൂറ്റിയപ്പൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡ്രഗ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് പുറമെ സൊമാറ്റിക് ആയിട്ടുള്ള തെറാപ്പിയിൽ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മുടെ ബ്രെയിനിൻ്റെ സ്പെസിഫിക് ഏരിയയിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ വേവിൽ ഒരു ഫ്ലക്ച്വേഷൻ വരുത്തി നടത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് ECT എന്ന് പറയാം. ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി ഈസ് ദ തെറാപ്പി ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ടു ദി ബ്രെയിൻ ടു പ്രൊഡ്യൂസ് കൺവൽഷൻസ്, മെയിൻലി യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് സൈക്കോസിസ് എന്നുള്ള രീതിയിൽ പറയാം. അതായത് വേറെ ഡ്രഗുകളൊന്നും പൊരുത്തപ്പെടുന്നില്ല അല്ലെങ്കിൽ അതൊന്നും എഫക്റ്റീവ് ആവുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് മെയിൻലി ഇപ്പോൾ ECTയെ കൺസിഡർ ചെയ്യുന്നതുള്ളൂ. അല്ലാതെ ഡയറക്റ്റ്ലി ഫസ്റ്റ് വരുന്ന ഒരു പേഷ്യൻറ്റിന് ECT റെക്കമെൻഡ് ചെയ്യാറില്ല. അതിന് ശേഷമുള്ളതാണ് സൈക്കോ സോഷ്യൽ തെറാപ്പീസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്രൂപ്പ് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫാമിലി തെറാപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, റീഹാബിലിറ്റേറ്റീവ് തെറാപ്പി ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് തെറാപ്പീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം ഓരോ തെറാപ്പീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഇതെല്ലാം മെയിൻലി ആ ഒരു വ്യക്തിയുടെ ആ ഒരു സോഷ്യൽ വിഡ്രോവലിനെ ഒഴിവാക്കാനായി അതല്ലെങ്കിൽ സോഷ്യൽ മിംഗ്ലിങ് എൻകറേജ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട്സ് ആണ് ഈ സൈക്കോ സോഷ്യൽ തെറാപ്പീസ്. അതിന് ശേഷം കമ്മിങ് ടു നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. നേഴ്സിംഗ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ടുള്ളത് നമുക്ക് നേഴ്സിംഗ് ഡയഗ്നോസിസുകളാണ്. അപ്പോൾ ഇതിൽ സ്കിസോഫ്രീനിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേജറായിട്ടുള്ള നേഴ്സിംഗ് ഡയഗ്നോസിസ് ആണ് ഡിസ്റ്റർബ്ഡ് തോട്ട് പ്രോസസ് റിലേറ്റഡ് ടു ഇന്നബിലിറ്റി ടു ട്രസ്റ്റ് ഓർ ബയോകെമിക്കൽ ഡിസ്റ്റർബൻസ് ആസ് എവിഡൻസ്ഡ് ബൈ ഡെലൂഷൻ ഓഫ് റെഫറൻസ് ആൻഡ് പെർസിക്യൂഷൻ. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഒരു തോട്ട് ഡിസ്റ്റർബൻസ് പേഷ്യൻ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഡെലൂഷൻ്റെ ഒരു കണ്ടൻറ്റ് അസസ് ചെയ്യണം. അതായത് എങ്ങനെയുള്ള ഡെലൂഷനാണ് അവർക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിസിറ്റി ആണോ, പെർസിക്യൂഷൻ ആണോ, ഇനി ബിസയർ ആണോ, എങ്ങനെയുള്ള ഡെലൂഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് പേഷ്യൻ്റായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യുക. ദെൻ എംപതൈസ് വിത്ത് ദി പേഷ്യൻറ്റിനോട് എംപതി പ്രകടിപ്പിക്കുക. അതായത് വി ഹാവ് ടു പുട്ട് വൺ സെൽഫ് ഇൻ ദ പ്ലേസ് ഓഫ് അതേഴ്സ്. അതായത് പേഷ്യൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും പേഷ്യൻറ്റിനോട് ആർഗ്യുമെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളിത് കാണുന്നതെല്ലാം തെറ്റാണെന്ന് തറപ്പിച്ച് അങ്ങനെ പറയുകയൊന്നും ചെയ്യരുത്. യു ഹാവ് ടു മെയിൻറ്റെയിൻ എ ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ് ഡെലൂഷൻ. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും വേണ്ട, റിജക്റ്റ് ചെയ്യുകയും വേണ്ട. ദെൻ മേക്ക് ദി പേഷ്യൻറ്റ് ടു എൻഗേജ് ഇൻ സം ആക്ടിവിറ്റീസ് സോ ദാറ്റ് വി ക്യാൻ ഡിസ്ട്രാക്ട് ദെയർ മൈൻഡ്. ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ
നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിക്കാം. ദെൻ അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ഡോക്ടേഴ്സ് ഓർഡർ. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ. Then coming to the next nursing diagnosis, that is self-care deficit related to withdrawal, anxiety, cognitive impairment as evidenced by poor hygiene, poor eating and sleeping pattern. അതായത് സെൽഫ് കെയർ ഡെഫിസിറ്റ് ആണ് അതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വി ഹാവ് ടു അസസ് ദി എബിലിറ്റി ഓഫ് സെൽഫ് കെയർ, ദെൻ പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇഫ് നീഡഡ്, encourage the patient to perform independently as much as possible, provide positive reinforcement. അതായത് പേഷ്യൻ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റിവാർഡോ പ്രൈസോ ചെയ്ത് അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ചാൻസ് ഓഫ് റിപ്പീറ്റിംഗ് ദാറ്റ് ബിഹേവിയർ ഈസ് മച്ച് മോർ. സോ വി ഹാവ് ടു ഗിവ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, എൻകറേജ് വിയറിങ് അപ്രോപ്രിയേറ്റ് ക്ലോത്തിങ് ആൻഡ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. അതായത് സിറ്റുവേഷൻ അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നതിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക. നമ്മളൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. വി ഹാവ് ടു ബി എ റോൾ മോഡൽ. അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് അവരെ മനസ്സിലാക്കുക. ഒരു റഷ് ചെയ്യാതെ വി ഹാവ് ടു ഗിവ് ഇനഫ് ടൈം ഫോർ കംപ്ലീറ്റിംഗ് ഈച്ച് ടാസ്ക്. അതായത് ബ്രഷ് ചെയ്യാനായാലും കുളിക്കാനായാലും പേഷ്യൻ്റ് സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പേഷ്യൻറ്റിന് അതിൻ്റെതായ സമയം കൊടുക്കുക. അത് കഴിഞ്ഞ് ക്രമേണ ഗ്രാജുവലി വി ക്യാൻ റെഡ്യൂസ് ദാറ്റ് ടൈമിങ്. ദെൻ മെയ്ഡ് എ റൊട്ടീൻ. അതായത് നമ്മൾ ഒരു റൊട്ടീൻ പ്ലാൻ ചെയ്ത് റൊട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് ഒരു ആങ്സൈറ്റി കുറയ്ക്കാനും പേഷ്യൻറ്റിന് അത് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഒരു റൊട്ടീൻ ഓഫ് ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക. ദീസ് ആർ ദി ഇംപ്ലിമെൻറ്റേഷൻ ദാറ്റ് വി ക്യാൻ അപ്ലൈ ഫോർ സെൽഫ് കെയർ ഡെഫിസിറ്റ്. Then coming to the next diagnosis, that is ineffective health maintenance related to inability to trust as evidenced by poor dietary intake and not obeying to take these medications also. അപ്പോൾ ആ ഒരു ഹെൽത്ത് മെയിൻ്റനൻസ് കുറവുള്ളപ്പോൾ നമ്മൾ അവരുടെ ഹെൽത്തിൻ്റെ അളവ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ലെവൽ മനസ്സിലാക്കുക. അതനുസരിച്ച് ഡീഹൈഡ്രേഷൻ ഉണ്ടോ മാൽന്യൂട്രീഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സസ്പീഷ്യസ്നെസ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ കൂടുതൽ പാക്ഡ് ഫുഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിക്ക് തോന്നുകയാണ് എൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലുള്ള വ്യക്തിക്ക് തുറന്ന ഭക്ഷണങ്ങളല്ലാതെ പാക്ക് ചെയ്തിട്ടുള്ള ഫുഡ്, അതായത് എന്താ പറയുന്നത്, നമുക്ക് പാക്ക് കിട്ടുന്ന ഒരു ബിസ്ക്കറ്റ്, നമ്മൾ പാക്ക് ചെയ്തൊരു ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ അതിൽ പോയ്സണിങ് ഒന്നും പോസിബിൾ അല്ല. അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയ ഒരു എഗ്ഗ് കൊടുക്കുകയാണെങ്കിൽ അതിൽ വേറെ ഇതൊന്നും പോസിബിൾ അല്ല. അത് പൊട്ടിക്കാതെ തന്നെ നമ്മൾ അവരുടെ മുമ്പിൽ തന്നെ അതിൻ്റെ കൊണ്ട് പൊട്ടിക്കുന്നതായിട്ട് കാണിച്ച് അവർക്ക് കൊടുക്കുക. ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ആ സസ്പീഷ്യസ്നെസ് കുറയാനും അവർ ആ ഭക്ഷണം കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പേഷ്യൻറ്റ് ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ വി ഹാവ് ടു ബി വിത്ത് ദാറ്റ് പേഷ്യൻറ്റ്, അല്ലെങ്കിൽ പേഷ്യൻറ്റ് ചിലപ്പോൾ കളഞ്ഞേക്കാം. പിന്നെ ഒരു പേഷ്യൻറ്റിന് നല്ല കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. പേഷ്യൻറ്റിന് മെഡിക്കേഷൻസ് അക്കോർഡിംഗ് ടു ഡോക്ടേഴ്സ് ഓർഡർ. പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ ആണെങ്കിൽ പോലും പേഷ്യൻറ്റിന് ഇപ്പോൾ സസ്പീഷ്യൻസസ് കൂടുതലാണെങ്കിൽ അവരെ തന്നെ തുറക്കാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഗുളിക തുറന്ന് നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് ആ ഒരു ഡൗട്ട് മാറില്ല. കാരണം പേഷ്യൻറ്റിന് അറിയാം ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മെഡിസിൻ ആണെങ്കിൽ മറ്റ് വേറെ ഒരു എന്താ പറയുന്നത് പോയ്സണസ് ആയിട്ടുള്ള മെഡിസിൻ ഒന്നും അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള രീതിയിൽ അതൊക്കെ യൂസ് ചെയ്യാം. ദെൻ റൊട്ടീൻസ് ആയിട്ടുള്ള രീതിയിൽ റൊട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് പേഷ്യൻറ്റ് കോപ്പറേറ്റീവ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഡയഗ്നോസിസ് ദാറ്റ് ഈസ് റിസ്ക് ഫോർ വയലൻസ്, സെൽഫ് ഡയറക്റ്റഡ് ഓർ ഡയറക്റ്റഡ് ടു അതേഴ്സ്. അതായത് സ്വയം ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അവിടെയും നമ്മൾ ചെയ്യേണ്ടത് ഓൾവേസ് ബി വിത്ത് ദി പേഷ്യൻറ്റ്, ഒബ്സർവ് ദി പേഷ്യൻറ്റ്, ഗിവ് എ സ്ട്രക്ചേർഡ് ആൻഡ് റൊട്ടീൻ എൻവയോൺമെൻറ്റ്, ടോക്ക് വിത്ത് ദ പേഷ്യൻറ്റ് ഇൻ എ കാം ആൻഡ് ലോ വോയിസ്. അതായത് പേഷ്യൻറ്റിനോട് ആർഗ്യൂ ചെയ്യുന്നതായിട്ട് തോന്നരുത്. പേഷ്യൻറ്റിനോട് എപ്പോഴും നമ്മൾ ഒരു മിതമായ സൗണ്ടിൽ അവരോട് സംസാരിക്കുക. പേഷ്യൻറ്റിന് ട്രാങ്കുലൈസേഴ്സ് ആവശ്യമെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കൊടുക്കുക. മെക്കാനിക്കൽ റെസ്ട്രെയിൻസ്, അതായത് പേഷ്യൻറ്റിനെ റെസ്ട്രെയിൻ ചെയ്യണം നിർബന്ധമാണെങ്കിൽ, അത്രയ്ക്ക് ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണെങ്കിൽ പേഷ്യൻറ്റിനെ റെസ്ട്രെയിൻ ചെയ്യുക. പക്ഷേ റെസ്ട്രെയിൻ ചെയ്യുമ്പോഴും പേഷ്യൻറ്റിന് ആ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. റിലാക്സേഷൻ ടെക്നിക്സുകൾ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ.
Then coming to risk for life-threatening injury related to command hallucination as evidenced by suicidal ideas, plans or attempts. അതായത് സ്വയം ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്ന ഒരു അവസ്ഥ, അതൊരു സൈക്കാട്രിക് എമർജൻസി കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൂയിസൈഡൽ ഐഡിയാസ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഐഡിയാസോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഐഡിയാസോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഡയറക്റ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് സ്വയം പറഞ്ഞേക്കാം എനിക്ക് ജീവിച്ച് കൊതി തീർന്നു എന്നുള്ള രീതിയിൽ പറയാം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞേക്കാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി വേറൊരു സ്ഥലത്തേക്ക് എന്നെ വിളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞേക്കാം. അത് നമ്മൾ അസസ് ചെയ്ത് മനസ്സിലാക്കുക. അതുകൂടാതെ ഓൾവേസ് ബി വിത്ത് ദി പേഷ്യൻറ്റ്, നെവർ ലെറ്റ് ദ പേഷ്യൻറ്റ് ടു ബി അലോൺ and give a safe and comfortable environment. Give the patient something to do so that we can divert his mind from these type of ideas. പേഷ്യൻറ്റിന് ഒരു ഹോപ്പിൻ്റെ മെസ്സേജ് കൊടുക്കുക. ഒരു പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ നേഴ്സിംഗ് സ്റ്റേഷനോട് അടുത്ത് തന്നെ കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻ ഓർഡർ ടു reduce the risk for life-threatening injury. Then next diagnosis, that is social isolation related to inability to trust, anxiety, delusion as evidenced by social withdrawal. അതിൽ നമുക്ക് സോഷ്യലായിട്ട് ആ വ്യക്തി ഇൻവോൾവ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്ത് പേഷ്യൻറ്റിനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സോഷ്യൽ ആക്ടിവിറ്റീസിൽ അവരെ എൻകറേജ് ചെയ്യുക, പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ചെയ്യുക, ഓൾവേസ് ബി വിത്ത് ദി പേഷ്യൻറ്റ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ആണ് നേഴ്സിംഗ് കെയർ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ദീസ് ആർ ദി മേജർ പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് ഇൻ ദ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഓഫ് സ്കിസോഫ്രീനിയ. ഓക്കെ.